ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല ആച്ചാ. എനിക്കും വയ്യ, എന്നെ ഹെൽപ്പ് ചെയ്ത് തരുന്ന ആൾക്കും വയ്യ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗ്യാസിൻ്റെ കാര്യം ശരിയാക്കാണ്ടായിരുന്നു. പിന്നെ പൊന്നു അവർ വേറെ മല്ല, അപ്പോൾ അവർക്ക് ഗ്യാസിൻ്റെ കാര്യം ശരിയാക്കാണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് പോയിക്കായിരുന്നു കേട്ടോ. എൻ്റെ പേരുക്കാണ് ഗ്യാസ്. അപ്പോൾ ഞാൻ പോകാണ്ട് പറ്റില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ചെയ്യാൻ വേണ്ടി പോയിക്കായിരുന്നു. അപ്പോൾ ഇന്നൊരു ക്വസ്റ്റ്യൻ ആൻസറാണ് വീഡിയോ. അതിനേക്കാൾ മുന്നേ ഞാൻ ഒരു കാര്യം പറയണം, ഞാൻ ആഗ്രഹിച്ച കാര്യം കേട്ടോ. നമ്മൾ എന്ത് സാധനം മേടിക്കുമ്പോഴും എനിക്ക് ഇത് എൻ്റെ ഇടയ്ക്ക് ഒരു കമൻറ്റ് വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അതായത് നമ്മൾ എന്ത് മേടിക്കുമ്പോഴും അവർ നമ്മളോട് ഓപ്പൺ നമുക്ക് കിട്ടിയ സാധനം ഓപ്പൺ ചെയ്യുന്ന വീഡിയോ വേണമെന്ന്. നമുക്കും കാശ് ചിലവാക്കി മേടിക്കുമ്പോൾ നമുക്കൊരു നിർബന്ധം വെക്കാട്ടോ നമ്മളെ പോലുള്ളവർക്ക്. അതായത് പാക്കിംഗ് വീഡിയോ കൂടി വേണമെന്ന് അല്ലേ. ഓപ്പൺ വീഡിയോയുടെ അതേ ഇമ്പോർട്ടൻ്റ് ഉണ്ട് പാക്കിംഗ് വീഡിയോ. എന്ന് വെച്ചാൽ അവർ പാക്ക് ചെയ്യുമ്പോൾ ഇതുണ്ടായിരുന്നില്ലേ നമുക്കറിയണ്ടേ. അത് അങ്ങനെ ഒരു ചൊല്ലില്ലല്ലോ, ആശാൻ അടുപ്പിലും ദൂരാന്നൊരു ചൊല്ലില്ല. അല്ല, ഒരു കുട്ടി എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, അതും ശരിയല്ലേ. നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ഇത് വേണ്ടേ. അവർ കാശ് മേടിച്ച് കഴിക്കുമ്പോൾ അവർക്ക് ഉത്തരവാദിത്തം, കാശ് കൊടുക്കണം നമുക്കൊരു ഉത്തരവാദിത്വം വേണ്ടേ. അപ്പോൾ നമുക്കങ്ങനെ ചിന്തിക്കാം എന്നുള്ളത് തോന്നിയിട്ട് ഞാൻ കുറേ വീഡിയോകൾ കണ്ടപ്പോൾ പറഞ്ഞു ഞങ്ങളെ മോശമായിട്ടുള്ള ഫാമിലി എന്നുള്ളത് എനിക്കൊക്കെ തീയായിട്ട് അതിന് കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തു പറഞ്ഞിട്ടാ. അതായത് അവരുടെ നിന്ന് സാധനം മേടിച്ചിട്ട് നമ്മൾ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരാൻ അവർക്ക് നേരില്ല. നമ്മൾ മോശമെന്ന് പറഞ്ഞവർക്ക് അല്ലാണ്ട് നിങ്ങളൊരു മെസ്സേജിന് അവർക്ക് ഒരു മെസ്സേജ് ഇട്ട് നോക്കി അതിന് റിപ്ലൈ ഇട്ട് നോക്കിയില്ല. നമ്മളെ മോശമെന്ന് പറഞ്ഞപ്പോൾ അവർ വേഗം അതല്ല അവരൊക്കെ ഒരു സ്റ്റോറി ഇടണമെങ്കിൽ ലക്ഷങ്ങളൊരു പ്രതിഫലം മേടിക്കും. എന്നെ കുറ്റം പറഞ്ഞ സ്റ്റോറിയോടൊപ്പം ഒരു പ്രതിഫലമില്ല, ഒന്നുമില്ല. ഇതാണ് പക്ഷെ ഞാൻ മോശമായിട്ടുള്ള കാര്യമല്ല ചെയ്തത്. ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്തു. ഇപ്പൊ അടുത്ത് അത്രേ ഉള്ളൂ. ഇപ്പൊ പറയണ പോലെ ആളും പേരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനനുസരിച്ച് ഉള്ള കാര്യങ്ങൾ നടക്കുള്ളൂ. പക്ഷെ ഞാൻ സത്യസന്ധമായിട്ടുള്ള എനിക്ക് പറയായിരുന്നു, ഞാൻ പാക്കിംഗ് വീഡിയോ ഞാൻ അവർക്ക് അയച്ചു കൊടുത്ത് പറയായിരുന്നു. ഞാൻ അതൊന്നും പറയാൻ പറഞ്ഞു. ഞാൻ പാക്കിംഗ് വീഡിയോ എടുത്തിട്ട്, അതായത് പാക്കിംഗ് അല്ല ഓപ്പൺ ചെയ്ത് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെയാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പം കല്ല് പോയി ഒന്നാമത് ഉള്ളിലെ പാക്കിങ് വളരെ മോശമാണ്. നമ്മൾ ഈ പൊട്ടിക്കുന്ന സ്ഥലം എന്താ പറയുക കവർ, അതൊരു കുഞ്ഞ് പീസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ ഉള്ളിൽ ചിറ്റാതില്ല. അത് കുറച്ചും കൂടി വലിയൊരു പീസിലാണ് ചുറ്റി വെച്ചാൽ അത് അങ്ങനെ കുലുങ്ങിയാലും ഒന്നും വരാണ്ടിരിക്കും. അതൊരു കുഞ്ഞ് പീസുണ്ട്. പാക്കിങ്ങും പെർഫെക്റ്റ് അല്ല. ഞാൻ ഉള്ളത് പറയും, ഞാൻ പറഞ്ഞു ഞാൻ ഉള്ളതുപോലെ പറയുന്ന ഒരാളാണ്. അത് ഞാൻ വേണ്ട, അതുകൊണ്ട് ആരും എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഇപ്പം ഞാൻ മോശമായിട്ടുള്ളൊരു ഫാമിലിയാണെന്ന് പറഞ്ഞു, ഏതോ ഒരു ലേഡി വന്നിട്ട് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. സിന്ധു കൃഷ്ണയായാലും ഞാൻ വേണ്ട ഞങ്ങളുടെ പോലെ ഇനി അവരും ജീവിക്കണം. പിന്നെ കൃഷ്ണകുമാർ എന്നൊരാളുടെ പേരിൽ ഇവർ അമ്മയും മക്കളൊക്കെ പ്രശസ്തി പെടുന്നു. ഞങ്ങൾ ഒറ്റയ്ക്ക് ചാനൽ തുടങ്ങി അങ്ങനെ ഞങ്ങളുടെ കൂടെ ഇതിൽ കൊണ്ട് കണ്ടിട്ട് ഞങ്ങളെ അറിയണു. അവരത്ര പ്രശസ്തി ഇല്ലെങ്കിലും 10 ആൾ ഞങ്ങളെ അറിയണത് അത് ഞങ്ങളുടെ സ്വന്തം പേരിലൂടെയാണ്. അല്ലാണ്ട് ഒരു 18 സിനിമ ആർട്ടിസ്റ്റായിട്ട് ആ ഒരു പേരിലൊന്നല്ല ഞങ്ങൾ അറിയാം. ഞങ്ങൾ ഈ യൂട്യൂബിൽ വന്നതിന് ശേഷം നമ്മുടെ 10 ആൾ നമ്മൾ സാധാരണ 1000 ആള് പ്രശസ്തിയുള്ളവർ കാണുമ്പോൾ നമുക്കൊരു 10 ആള് കണ്ടാൽ മതി. എന്താ വെച്ചാൽ നമുക്ക് സത്യസന്ധമായ കാര്യങ്ങളാണ് നമ്മുടെ സത്യസന്ധത ഇപ്പോഴും ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ട് തന്നെയാണ് നമ്മളിരിക്കുന്നത്. അതും ഇതുപോലെ ഒരു ഫേമസ് ആളിൽ തന്നെയാണ് നമ്മൾ ഇനി പറയണില്ല. പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനൊരു ഇതാക്കി എടുക്കണമെന്ന് വെച്ചാൽ, പക്ഷെ ചതി അത് വലിയൊരു ചതിയാണ്. പറയാണ്ടിരുന്നാൽ എനിക്കതൊരു കുറ്റബോധം ഉണ്ട്. പക്ഷെ ഞാൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇത് കേൾക്കാൻ വയ്യ. പൈസ മേടിച്ചിട്ട് അങ്ങനെ ഒരു പേര് കേൾക്കാൻ ഞാൻ കേൾക്കണത് അവസരം വരും. അതിനൊരു അവസരം എനിക്ക് കിട്ടുമ്പോൾ ഞാൻ അല്ല ഞാൻ ലാസ്റ്റ് ഞാൻ ഇതിനൊക്കെ ഇത് കൊണ്ട് ഞാൻ പല സ്ഥലങ്ങളും കയറി ഇറങ്ങി. അപ്പൊ അതിനൊക്കെ ഉള്ള വീഡിയോകളും കാര്യം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നെങ്കിലും എനിക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ ഇതെടുത്ത് പുറത്തേക്ക് ഇടും. അല്ലാണ്ട് ഞാൻ ഒരാളുടെ 10 രൂപ അടിച്ചിട്ട് ഒരാളെ മോശമായിട്ട് പറയുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. പക്ഷേ ഞാൻ എൻ്റെ പോലെ സാധാരണക്കാർ ചതിക്കപ്പെടരുത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങളൊരു ഹോട്ടൽ റെസ്റ്റോറൻ്റായിട്ട് നടത്തി. എൻ്റെ ഭർത്താവ് കുടിക്കില്ല, വലിക്കില്ല, ഒരു കൂട്ടുകെട്ടിൽ അതിനാവും പകരം റെസ്റ്റോറൻറ്റിന് വേണ്ടി കഷ്ടപ്പെട്ടു. പക്ഷേ 10 രൂപ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും 10 രൂപ ഒരാളെ പെറ്റിച്ചിട്ടില്ല എന്നുള്ളൊരു സന്തോഷത്തോടെ പോലും കാശ് കിട്ടിയില്ല എന്നുള്ളത് പറയില്ല. കൊറോണ സമയത്ത് അവർ 1.5 മാസം റൂമിൽ ഇരുന്നിട്ട് അവർക്കുള്ള ചെലവും കൂടി നമ്മൾ അങ്ങനെ നമ്മൾ ഒരാളിൽ നിന്ന് 10 രൂപ ചതിക്കുകയോ കാര്യങ്ങളോ ഈ നിമിഷം വരെ ഞാനും എൻ്റെ അനിയനും ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അല്ല, ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മളൊരു ബിസിനസ് നടത്തുമ്പോൾ ഒരു 5000 രൂപയുടെ മുതൽ ഒരു 10,000-ന് വിറ്റോളൂ. അതിനൊരു 20-25 മേടിക്കരുത്. എന്നിട്ട് നമ്മളെ പോലുള്ള ഒരാൾ ചെറുതാക്കി കാണരുത്. മനസ്സിലായ
എന്ത് സ്ഥാപനം നടത്തുമ്പോഴും നമ്മളൊരു സാധനം വാങ്ങിയതാണ്, ഒരു നല്ലൊരു എമൗണ്ടിന്റെ സാധനം വാങ്ങി, അപ്പൊ അതിന്റെ ക്വാളിറ്റി ഇപ്പൊ ഉത്തരവാദിത്വം നമുക്ക് വേണം. നമ്മളെ മേടിച്ചോണ്ടേ കഴിഞ്ഞാൽ നമ്മൾക്ക് അവരോട് ചെറിയ ഉത്തരവാദിത്വം വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായമാണ്. ഇപ്പൊ ഞാനായാലും ആര് സ്ഥാപനം നമുക്കായാലും സത്യസന്ധത ഉള്ളത് നല്ലതാണെന്ന് നമ്മൾ ഒരുപാട് 25,000 രൂപയുടെ മുതലാണ് നമുക്കിപ്പോ കൈപ്പറ്റിക്കണത്, നമ്മൾ കൈപ്പറ്റി. അതിന്റെ ഇപ്പോഴത്തെ നിലവാരം നമ്മൾ പല സ്ഥലത്തും പല കടയിലും കൊണ്ടു കാണിച്ചു. അത് എന്താ ക്വാളിറ്റി എന്നുള്ള എന്താ സാധനം എന്നുള്ള പിന്നെ പറയല്ലേ. ഇത് ഏകദേശം കണ്ട ആൾക്കാർ കാണുമ്പോൾ വിവരറിയും. അല്ല, അത് ഒരു സമയത്ത് നിങ്ങൾ വരും, ഇത്ര തന്നെ. നമ്മൾ എന്താ വെച്ചാല് നമ്മൾ എല്ലാറ്റിനും നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോൾ കുറച്ചെങ്കിലും സത്യസന്ധത പുലർത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ത് സ്ഥാപനമായാലും എന്തായാലും ഒരു ഗ്ലാസ് ചായ കൊടുക്കണം, ആ ചായ വൃത്തിയിലും എടുപ്പിലും രീതിയിലും ചായ ആണെങ്കിൽ പോലും ഏത് തരത്തിൽ ബംഗ്ലാവിൽ ഇരുന്നിട്ട് സ്ഥാപനം നടത്തുകയാലും എന്തിനും നമ്മളേതായ സ്റ്റാൻഡ് കാണിക്കണം. എന്താ വെച്ചാൽ നമുക്ക് നാളെ നമ്മൾ ഒരുപാട് കോടി നമ്മളൊരാളെ പെറ്റിച്ചിട്ട് 10 രൂപ ഉണ്ടാക്കിയെന്ന് നമുക്ക് നമ്മുടെ ലൈഫിൽ അത് നമ്മൾ എത്ര കെട്ടുയർത്താലും അത് നമുക്ക് നിലനിൽക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരാളെയും പെറ്റിച്ചിട്ട് അതിന് 100 രൂപയുടെ സാധനം നമ്മളൊരു 500 രൂപയ്ക്ക് വിറ്റാം, പക്ഷേ ഒരു 100 രൂപയുടെ സാധനം ഒരു 1000-1500 രൂപ വിൽക്കരുത്. അത് ഭയങ്കര ഒരു മോശമായിട്ടുള്ള പരിപാടിയാണ്. അപ്പം അത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേട്ടോ പറയില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും ഇതിയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും പറയണമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ വിട്ടുപോയൊരു കേസായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ട്രോളിങ് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കുട്ടി ചേച്ചി നിങ്ങൾ ഓപ്പൺ വീഡിയോ എന്ന് പറഞ്ഞ പോലെ അവർക്ക് പാക്കിംഗ് വീഡിയോ കൂടി അവർക്ക് നമുക്ക് ആക്കാമല്ലോ. നമ്മൾ ഇത്രയും കാശ് കൊടുത്തിട്ട് അവർ നമ്മളെന്തിനു വിശ്വസിക്കണം? അവർക്ക് നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് അവർ വിശ്വസിക്കേണ്ട കാര്യമില്ല. അത് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അപ്പം എന്തോ പോട്ടെ. അവർ മോശമായൊരു ഫാമിലിനെ എൻ്റെ ഫാമിലിക്ക് പറയണമെങ്കിൽ ഞങ്ങൾ അതേപോലെ തന്നെയാണ് അവർ യൂട്യൂബ് ചാനൽ തന്നെയാണ് അവരുടെ ഫാമിലി മൊത്തം നിലനിൽക്കുന്നത്. പരിപാടിയാണെങ്കിൽ അവർ മോശമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അത്രയ്ക്ക് പറയുന്നത് കോടിക്കണക്കിന് ആൾക്കാർ ജീവിച്ചു പോകുന്നുണ്ട്. അപ്പൊ അവരെല്ലാരും മോശക്കാരാവണ്ടേ? അപ്പൊ അതാണ് അവര് മോശക്കാരാണെങ്കിൽ നമ്മൾ മോശക്കാരാണ്. അങ്ങനെ ചിന്തിച്ചു നിങ്ങൾ മോശക്കാരാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾ മോശക്കാരാണ്. അതില്ലേ നിങ്ങൾക്ക് നല്ലവരാണ് അപ്പൊ നമ്മളും കാശോണ്ട കുറച്ച് തുറന്നു. അല്ല ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളുടെ അത്ര വിദ്യാഭ്യാസം ഇല്ല കാശില്ല എന്നുള്ളൊരൊറ്റ കുറവേ ഞങ്ങൾക്കുള്ളൂ. ബാക്കി അന്തസ്സിനും അഭിമാനത്തിനും ഒന്നും ഒരു കുറവില്ല. നമ്മൾ പണയം വെച്ചിട്ടില്ല. പള്ളിപ്പെരുന്നാളിലൊക്കെ തുള്ളാൻ അറിയുള്ളൂ. അപ്പൊ അടുത്ത ചോദ്യം നമ്മൾ വീട്ടിലേക്ക് കിടക്കുകയാണ്. അപ്പം നിങ്ങൾ പൊന്നിനെ ഒളിച്ചോടി പോയ സമയത്ത് പൊന്നുവിനെയും ഷെബിനെ കുറിച്ച് ഒരു അപവാദങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഷെബിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത്? സ്വന്തം മോനായിട്ടാണോ അതോ മരുമകനായിട്ടെന്ന രീതിയിലാണോ ഇപ്പോൾ സ്നേഹിത മറുപടി തരുമെന്ന് വിചാരിക്കുന്നു? ഈ ചോദ്യം ഡിലീറ്റ് ചെയ്യില്ലെന്ന് വിചാരിക്കുന്നു. എന്തിനാ ഡിലീറ്റ് ചെയ്യണം? ഞാൻ പോട്ടെ എല്ലാ അച്ഛനമ്മമാരും മക്കളെയൊക്കെ പൊന്നിയെ കരളേന്നിട്ടാണ് മിക്ക ഒരു 95% പാരൻസ് മക്കളെ മേൽ പ്രതീക്ഷിച്ച് സ്നേഹിച്ച് അവരെ നല്ലപോലെ വളർത്തി കൊണ്ടിട്ടാണ്. ആ ഒരു നിമിഷം അവർ നമ്മളെ ചതിച്ചു നമ്മൾ ഏതൊരു പേരൻസ് പ്രതികരിക്കണം പോലെ ഞങ്ങൾ പ്രതികരിച്ചു. ഇല്ലയെന്നൊന്നും ഞങ്ങൾ പ്രതികരിച്ചു. ആ സമയത്ത് പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു വിഷമം ഞങ്ങളൊരു സ്നേഹം കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഷെബി എന്നൊരു വ്യക്തി ഞങ്ങളുടെ മൂത്ത മകനാണ്. ഇനി നാളെ എന്തെന്ന് ഞങ്ങൾക്ക് ഇന്ന് പറയാൻ പറ്റില്ല. ഇന്ന് ഈ നിമിഷം വരെയുള്ള കാര്യം പശ്ചാത്തപിക്കലില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുന്നതാണ്. നമ്മൾ ഫാമിലി വ്ളോഗായിട്ട് പോണവരാണ് നമ്മൾ. നിങ്ങളെ ഇതുവരെ ഞങ്ങളുടെ ഫാമിലി വ്ളോഗ് ഞങ്ങളൊന്നും അഭിനയിച്ച് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല. ഉള്ളത് ചിലപ്പോൾ കുഞ്ഞിനായാലും ഞാൻ എപ്പോഴും എന്താ പറയുക അവളെ അത്യാവശ്യം ഞങ്ങളോട് തല്ലുണ്ടാക്കും, തട്ടുത്തരം പറയും, ഒക്കെ ഞാൻ പറയുന്നത് എല്ലാം. ഇതുപോലെ തല്ലൂട്ടങ്ങളും പിണക്കുകളും എല്ലാം എല്ലാ ഫാമിലി ഞാനും ഷെബിനും ഒരിക്കൽ തല്ലുണ്ടാക്കിയിട്ട് കല്യാണം കഴിഞ്ഞ ശേഷം വണ്ടിയിൽ വെച്ചിട്ട് ഞാൻ എന്താ സംസാരിച്ച ഒരു വാക്ക് തർക്കം ഞാൻ ഷെബിൻ തമ്മിലുണ്ടായിട്ടുണ്ട്. അന്ന് മാത്രമല്ല പിന്നെ ഞാൻ ഷെബിനാണ് ഒരു പിണക്കോ കാര്യങ്ങളും ഉണ്ടായിട്ട് അത് ഞാൻ പിന്നെ ഷെബിൻ എന്നോട് ഞാൻ വന്നിട്ട് എന്നോട് വന്നിട്ട് ക്ഷേമിക്കുമ്പോൾ ഞാൻ നീ എന്തിനാ എന്നോട് ക്ഷേമിക്കില്ല. അപ്പോൾ പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയെ പോലെ കണ്ടോണ്ട് അമ്മോട് ഞാൻ ചൂടായത്. ആയിക്കോട്ടെ ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു, നിന്നോടും പറഞ്ഞു, ഞാൻ രണ്ടാളും അങ്ങനെ പറഞ്ഞു. ഞാൻ പറയുമ്പോൾ എൻ്റെ സ്വന്തം മോനോട് പറഞ്ഞ പോലെ അവൻ്റെ സ്വന്തം അമ്മയെ പോലെ കാണുന്നോണ്ട് എന്നോട് അതുപോലെ പറഞ്ഞു. അത്രേ ഉള്ളൂ. അത് ഞങ്ങൾ അപ്പേന്റെ ദേഷ്യം വരുമ്പോ നമ്മൾ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടൊന്നും വന്നില്ല. എന്തോ കാര്യം നമുക്ക് പറ്റാത്ത കാര്യം എന്തോ സംസാരം നമ്മളെ പറ്റിയിട്ടുള്ള വിഷയമൊന്നുമല്ല, രാഷ്ട്രീയം എന്തോ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അത് കല്യാണത്തിന് മുന്നിൽ ഞാനൊരു രാഷ്ട്രീയം പറഞ്ഞ എന്തോ തരണം എന്ന് പോയിട്ട് പറയും. ഇവിടെ അമ്മയും മരുവിട്ട് തൊട്ട് രാഷ്ട്രീയം പറഞ്ഞോണ്ട് പറഞ്ഞു. രാഷ്ട്രീയക്കാരെ കുറച്ച് പിന്നെ രാഷ്ട്രീയം ഒന്നുമില്ല ഞങ്ങൾ. അപ്പൊ
ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല സ്നേഹത്തിന് സമാധാനം സന്തോഷത്തോടെ ഈ നിമിഷം വരെ ഞങ്ങൾ അരമണിക്കൂർ മുന്നേ ഞങ്ങളെ പുറത്ത് വെച്ച് കണ്ടവരുണ്ട്. അവർക്ക് അറിയാം ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ നടക്കുന്നതും പോകണം വരുന്നതും ചെറുക്കുന്നതും. നാളെ അത് നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഒരു മനുഷ്യനെ ഇപ്പം എനിക്കായാലും ആറാദ്യനായാലും ഷെബിനായാലും അനുവേട്ടനായാലും കുഞ്ഞിനായാലും പൊന്നു അതൊന്നും നമുക്കൊന്നും ഒരു കുടുംബമാണ് അങ്ങനെ വാക്ക് തർക്കണം കാരണം ചിലപ്പോൾ രൂക്ഷത്തിലാവും. അതൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. പരമാവധി പിന്നെ ഇവിടെ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. അനുവേട്ടൻ എന്ത് ദേഷ്യം എന്ന് പറയുമ്പോൾ എനിക്ക് ദേഷ്യം ഉണ്ട്. അപ്പം ഞാൻ അനുവേട്ടാ മക്കളാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ക്ഷമിക്കണം. അത് ഒതുക്കേണ്ട പോലെ ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഈ വീട്ടില് പിണങ്ങണത് എന്തിനാ, മക്കളോട് പിണങ്ങണത് എന്തിനാന്ന് വെച്ചാൽ കറക്റ്റ് സമയത്ത് കറക്റ്റ് അവരെ പണി ഇയാളോട് സംസാരിക്കേണ്ട അതല്ല അന്യാടിന്റെ രീതി. ഞാൻ പറയാം അന്യാടിന് മക്കള് നേരത്തെ എണീച്ച് നേരത്തെ അവരുടേതായ കാര്യങ്ങൾ ചെയ്യണം. അവരെ ഭക്ഷണം കഴിക്കണം, കാർത്തൂനെ നല്ലപോലെ നോക്കണം. അല്ലെ അവരവനൊരു തൊഴിലുണ്ട് വീഡിയോ എടുക്കാൻ കാരണം അത് അതിന്റെ സമയത്ത് നമ്മളൊരു സ്ഥാപനത്തിന് പോവുകയാണെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാവില്ല. അപ്പൊ അന്യാടിന്റെ പ്രശ്നം ഇത്രയ്ക്ക് തന്നെയുള്ളൂ. കട്ട് ചെയ്ത് വേറെ ഒന്നും ഇടേണ്ട പിള്ളേർ വന്നു. അപ്പൊ എന്താ പറയാന്ന് അന്യാട് അവര് നേരത്തെ എണീക്കണം. പിന്നെ ഒരു പണി എടുത്താൽ അത് മുഴുവനാക്കുക. ചെയ്യണം. ഇതിനാണ് അതിനായിട്ട് ഇവിടെ പിള്ളേരെ അപ്പൊ എന്തെങ്കിലും പറയുമ്പോ ഞാൻ 20 വർഷം പുറത്തു നിന്ന കാരണം പുറത്തായിരുന്നല്ലോ. ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ആ റൂം നീറ്റാക്കുമ്പോൾ നമുക്കൊരു കുടുംബം നീറ്റാക്കാൻ പറ്റില്ലെന്ന് വെച്ചാൽ അത് ഞാൻ ചേട്ടാ നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിച്ച പോലെ ഇത് കൂട്ടുകുടുംബമാണ്, കുട്ടികളും മക്കളാണ്. അപ്പൊ ചീർപ്പ് വെച്ചുകൊടുത്തേക്കാൻ പറ്റുക, ഫോൺ ചാർജ് അത് ചെയ്യുന്നിടത്ത് ശരിക്കും ഇരിക്കാൻ പറ്റുക. അപ്പൊ അങ്ങനെയാണ് ഒരുപാട് മാറിയിട്ടുണ്ട്. ആ രീതിയൊക്കെ പണ്ട് ഇഷ്ടമായി. ഇപ്പൊ ഒരുപാട് മാറി. ഞാനിതൊക്കെ പറയണത് ഈ ചാർജറിന്റെ വള്ളി ഞാൻ എടുക്കും, കുട്ടികൾ പിടിക്കും. അപ്പൊ നമ്മൾ ഉത്തരവാദിത്വം അത്ര മാത്രമേ ഞാൻ കണക്കാക്കും. അത് സത്യമാണ്. അതിനോട് പറയണത് തെറ്റായിട്ടൊന്നും ഇല്ല, സത്യമാണ്. പക്ഷെ ഇന്നത്തെ ജനറേഷൻ പിള്ളേർ അപ്പം ഞാനായിട്ട് എന്തെങ്കിലും പറഞ്ഞു അനേട്ടാ നമ്മുടെ കുട്ടികൾ നമ്മളിങ്ങനെ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരില്ല, അല്ലെങ്കിൽ നമ്മൾ കളിക്കാൻ പോലും അത്രേ ഉള്ളൂ. അവരും കുട്ടികളാണ് അങ്ങനെ. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ അപ്പം എന്നോട് ശരിയല്ലേ, അപ്പോൾ എന്നോട് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാനായിട്ട് ശരിയല്ലേ എന്ന് പറയും. അപ്പോൾ അതവിടെ തീർന്നു. അപ്പം നമ്മൾ എന്തൊരു വീട്ടിലൊരു പ്രശ്നമാണ്. കുറേയേറെ അമ്മമാർ ഒത്ത് തീർപ്പിൽ നിന്ന് കഴിഞ്ഞപ്പോൾ പൊന്നു ഇങ്ങനെ കയറാതെ തന്നെ ഒരു ഒത്തു തീർപ്പിൽ നമ്മളുടെ അല്ലേ മനസ്സുകൊണ്ട് തന്നെ എന്നോട് പറയാനായിട്ട് എങ്ങനെയില്ല അങ്ങനെ. അപ്പം നമ്മൾ അങ്ങനെ പറയുമ്പോൾ മക്കളോട് ഇഷ്ടങ്ങളും ദേഷ്യം ഉണ്ടെങ്കിൽ ദേഷ്യം മാറി കിട്ടും. അത് ഒരു അമ്മയുടെ ഒരു കഴിവ് കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ കളഞ്ഞില്ല വായിച്ചു. പിന്നെ സംഗീത നമുക്ക് ഒരേ മനസ്സാണല്ലോ എന്ന് എപ്പോഴും എനിക്ക് തോന്നും. മക്കൾക്കും ഭർത്താവിനും വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വീട്ടമ്മ കുഞ്ഞുകാര്യങ്ങളിൽ ഒത്തിരി സന്തോഷിക്കുന്നു. അവരുടെ ആരുടെയോ വിഷമം കണ്ടാലും പെട്ടെന്ന് കണ്ണ് നിറയുന്നത് തന്നെ. ആര് എന്ത് പറഞ്ഞാലും ഏട്ടനെ പറയാൻ സമ്മതിക്കാതെ മക്കളെ തനിക്ക് എന്തെങ്കിലും പറ്റുന്നതിന് മുമ്പ് ഒരാളെ ഏൽപ്പിക്കാൻ ധൃതി കൂടുന്ന കുഞ്ഞുമക്കൾക്ക് വേണ്ടി തനിക്ക് ആയുസ് കൂട്ടി തരാൻ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പാവ സംഗീതയെക്കുറിച്ച് വീഡിയോസിൽ നിന്നും ഇത്രയും ഞങ്ങൾക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ അത് നിൻ്റെ വിജയം തന്നെയാണ്. സംഗീത ഞങ്ങളുടെ അനിലേട്ടൻ്റെ ഉണ്ണിക്ക് അള്ളാഹു ദീർഘായുസ് നൽകാൻ ആമീൻ. ഇതിന് വലിയൊരു പ്രതികി നമുക്ക് എന്താണ്, ഇതിന് വലിയ ഞങ്ങൾ മനസ്സിലാക്കാൻ എന്താ വേണ്ടി ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറയട്ടെ, എനിക്ക് എന്നെ എത്ര ആൾക്കാർ മനസ്സിലാവണം. പക്ഷെ ഞാൻ ആർക്കും ഒരു ഭവിഷ്യത്തിന് വേണ്ടി നിന്നിട്ടില്ല, നിൽക്കത്തുമില്ല. പക്ഷെ നമ്മൾ ചെയ്യണത് എന്താ പറയുക, ഞാനിപ്പോൾ വീഡിയോയിൽ പറഞ്ഞത് ഞാൻ ഒരാളും ചതിക്കപ്പെടും. നമ്മൾ ചെയ്യണൊരു സത്യസന്ധത, അതാണ് ഞാൻ പറഞ്ഞുള്ളാണ്ട് ഞാൻ ഒരാളിൽ നിന്ന് 10 രൂപ അടിച്ചിട്ട് ഒരാൾക്ക് മോശമായിട്ടൊരു കമൻറ്റോ കാര്യങ്ങളോ ഇടുന്ന ഒരാളല്ല. എൻ്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരാൾക്ക് മോശമായിട്ടുള്ള കമൻറ്റുകളോ കാര്യങ്ങളോ പോകത്തുമില്ല. കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തിക്കും ഞങ്ങൾ നിൽക്കണം. ഈ വീഡിയോ നമ്മൾ ഈ രീതിയിലൊന്നും നിൽക്കില്ല. നമുക്ക് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഹോട്ടലിൽ അടച്ചിട്ടിട്ട് ഞാൻ 1.5 മാസം ഒരു 3-4 പണിക്കാർ ഹിന്ദിക്കാർക്ക് താമസം കൊടുക്കുക. എന്നിട്ട് അവസാനം ഹോട്ടൽ പൂട്ടിയപ്പോഴോ അവര് പൊടി തട്ടിപ്പോയി. ഞാൻ ആരായി? അത്രയും 1.5 മാസം അവരെ ചെലവ് ജോലി എന്തില്ല പറഞ്ഞിട്ടില്ല. അവര് വേറെ 3 മാസം അടച്ചിട്ട കണക്ക് കറണ്ട് ബില്ല് അടച്ചു. അതും എനിക്ക് പിടിക്കാനോ പോയി. അതായത് ഹോട്ടലിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ വരുന്ന ബില്ല് 7000 രൂപയാണ് 2 മാസം കൂടുമ്പോ. അത് അടച്ചിട്ട് അത് ഈ അടച്ചിട്ട് 2 ദിവസം മുന്നേ ഞാനൊരു 7000 രൂപയുടെ കറണ്ട് ബില്ല് അടച്ചുള്ളൂ. അന്ന് അത് കഴിഞ്ഞിട്ട് പിറ്റേന്റെ ദിവസം നമ്മള് കട അടച്ചു. എന്നിട്ട് നമുക്ക് 3 മാസം കഴിയുമ്പോൾ നമ്മൾ കട ഒഴിയാകുമ്പോൾ അവിടുത്തെ ഓർഡർ പറഞ്ഞു 30,000 രൂപയാണ് കറണ്ട് ബില്ല് കണ്ട് ഞങ്ങൾ കൊടുത്ത അഡ്വാൻസ് കുറച്ച്. അപ്പം
അപ്പോൾ വിഷമം വന്നിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നെഞ്ചത്തൊരു കൈ വെച്ചിട്ട് കൈ വെച്ചത് കുറച്ച് കുറിക്കും. അല്ല അന്നേട്ട് അങ്ങനെ കരണ്ട് നെഞ്ചത് എന്താ വെച്ചാൽ ആ ഒരു കാശ് പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങളുടെ ഇതിൽ നിന്ന് കുണിക്കിയുടെ പ്രസവം കുണിക്കിടെ ഗർഭിണിയായിരുന്നു 7 മാസം അങ്ങനത്തെ ഒരു സമയമായിരുന്നു. അപ്പോൾ ആരും ഒരിക്കലും നമ്മൾ അഡ്വാൻസ് അവിടെ എടുക്കണ്ടല്ലോ എന്നുള്ള പ്രത്യേകം കുറേ കാര്യങ്ങൾ നമ്മളെ പറ്റി അങ്ങനെ നമ്മൾ ആരെയും ഒരു രൂപ പറ്റിച്ചില്ല. ഞാൻ പറയും ലാസ്റ്റ് ആയിട്ടാകുമ്പോൾ ഹോട്ടല് ഇങ്ങനെ പൊട്ടി പൊടിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോ സ്വർണം കൊടുത്തിട്ടും വിറ്റിട്ടൊക്കെ തന്നെയാണ് നമ്മൾ ഓരോ സാലറി ഓരോരുത്തർ കൊടുത്തിരുന്നത്. നമുക്ക് ആ ഒരു ശാപം ആരുടെയൊന്നും കിട്ടത്തില്ല. പിന്നെ എന്താ വെച്ചെങ്കിൽ ഞാനന്ന് മനസ്സുകൊണ്ട് ഞാൻ ഈ വിഷമിച്ച് പോകുന്നു. പിന്നെ ആ ഹോട്ടൽ ഇതുവരെ തുറക്കേണ്ടി വന്നിട്ടില്ല കേട്ടായിരിക്കും. അത്രയും ഒരു നല്ല പുണ്യം ഞാൻ ചെയ്തു. അത്രയ്ക്ക് പറയുള്ളൂ. അത്രയും ദ്രോഹിച്ചു. ഞങ്ങളെ നശിക്കാനുള്ള മെയിൻ കാരണം ആ ഒരു മനുഷ്യനാട്ടോ. ഞാൻ ആ ഹോട്ടൽ എടുത്തപ്പോൾ കുറേ ആൾക്കാർ കണ്ടു നിങ്ങൾ നീ എന്തിനാ ഇതിൻ്റെ ഉള്ളിൽ വന്നപ്പെട്ട് നീ എന്തിനാ ഇയാളുടെ ഉള്ളിൽ തല വെച്ച് കൊടുത്തിട്ട് കുറേ ആൾക്കാർ ഞാൻ വിളിച്ചു. പക്ഷെ ഞങ്ങൾ ഈ കൈമ വെക്കാൻ വേറൊന്നും മേടിച്ചു പോയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് സത്യമാണ് ഈ പറഞ്ഞതെല്ലാം സത്യമാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടി ആയുസ് കൂട്ടിയിടാൻ എൻ്റെ മക്കൾ സേഫ് ആവാൻ എൻ്റെ അന്വേഷണത്തിന് വേണ്ടി എൻ്റെ കൂടെ ജീവിക്കാനും അത് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇതിലൊക്കെ നിങ്ങളുടെ പങ്കാണ് നമ്മുടെ കൂടെ ഉള്ളത്. നിങ്ങളുടെ ഈ സ്നേഹം ഉണ്ടെങ്കിൽ വേറെ ഒന്നാണ് ഈ ഒരു പ്രാർത്ഥന അള്ളാഹുവിനെ വിളിച്ചില്ല അത് മതി. അള്ളാഹുവിനെ എനിക്ക് ആ നിങ്ങളിൽ മേൽ വിശ്വാസം ഉണ്ട് അതുകൊണ്ടാണ്. പിന്നെ അടുത്ത് സംഗീത ഒരുപാട് അസുഖങ്ങളുള്ള ആളാണ്. ഇങ്ങനെ ഇതൊക്കെ ഓവർ ടൈം ചെയ്ത് ഇത്രയും ഹാപ്പി ആയിരിക്കുന്നു ചോദിക്കാൻ കാരണം എനിക്ക് കുറച്ച് അസുഖങ്ങളുള്ള ആളാണ്. അതോർത്ത് ഭയങ്കര ടെൻഷനാണ്. ടിപ്പ് പറഞ്ഞു തരൂ സ്നേഹത്തോടെ. ഷീജ മേരി. നമുക്ക് ജീവിക്കണ്ടേ, നമുക്ക് ജീവിച്ചേ പറ്റും മുന്നോട്ട്. ഒരുപാട് കടമ്പകൾ എനിക്ക് കടക്കാണ്ട്. അപ്പോൾ ഞാനില്ലെങ്കിൽ വീടിൻ്റെ അടിത്തറ പോകുന്ന എനിക്കറിയാം. അപ്പോൾ എന്താ അസുഖം വന്ന് എന്നെ തളർത്തിനേക്കാളും മുന്നേ ഞാൻ പ്രതിരോധിച്ച് കാരണം എനിക്ക് പെട്ടെന്ന് ഒരു അസുഖം കൂടുമ്പോൾ ഞാൻ 2 ദിവസം ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഞാൻ ഇവരോട് പറയും എനിക്ക് 2 ദിവസം ടൈം വേണം, എനിക്കതൊന്ന് സെറ്റായി എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ സെറ്റ് സമയം വേണം. അങ്ങനെ ഓരോ സമയം എൻ്റെ അസുഖം ഞാൻ പറയേ ഈ നിമിഷം ഞാൻ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയണത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ കരഞ്ഞു പോകും. എന്താ വെച്ചാൽ അത്ര ബുദ്ധിമുട്ടുകളും വേദനകളും കാര്യങ്ങളും. ഇന്ന് രാവിലെ എനിക്ക് പറഞ്ഞിട്ട് മേല് മൊത്തം വേദനയുടെ ഓയിൻമെൻറ്റ് പുറത്തും കൈമയും കാലും ശരീരം മൊത്തം തേച്ചതിട്ടാണ് ഞാൻ ഇടുന്നത്. എനിക്ക് ഓയിൻമെൻറ്റ് തേച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എനിക്ക് അടുക്കളയിൽ കയറാൻ പറ്റില്ല. അത്രയും മോശമായിട്ടൊരു അവസ്ഥയിലൂടെ പരമാവധി പകുതി പണി ഞാൻ ചെയ്തിരുന്നു. അപ്പൊ കണ്ടിലേക്ക് ഒന്നിനും പറ്റാണ്ട് ഇന്നെ കുളിപ്പിക്കുന്ന പണി അടക്കം ഏറ്റെടുക്കണം. അപ്പൊ ടിപ്സ് വേറെ ഒന്നുമില്ല. ടിപ്സ് നമുക്ക് നമ്മൾ ചെയ്ത് തീർക്കാൻ ഇനിയും ബാക്കി കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ എനിക്കും അല്ലേ ചെയ്ത് തീർക്കാൻ കാര്യങ്ങൾ. അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. അമ്മയ്ക്ക് ഷെബിൻ ചേട്ടനെ കുറിച്ചുള്ള ഇപ്പോഴത്തെ അഭിപ്രായം ഒന്ന് പറയാമോ? എല്ലാവരും ഇഷ്ടം കുണിക്കുമോളെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഷെബിനെ പറ്റി എന്താ അഭിപ്രായം? ഷെബിൻ നല്ലൊരു മരുവനാണ്. എൻ്റെ കാർത്തുമോളുടെ നല്ലൊരു അപ്പയാണ്. ഞങ്ങൾക്ക് നല്ലൊരു മരുവനാണ്. ഈ നിമിഷം വരുന്ന കാര്യം നമുക്ക് പറഞ്ഞിട്ട് നാളത്തെ പറയും. ഇത് നാളെ നമ്മൾ എന്തിനാ പറയും നിങ്ങളന്ന് പറഞ്ഞു നല്ല മരുവനാണ് നമുക്കതൊന്നും പറയും. ഈ നിമിഷം വരുന്ന കാര്യം മാത്രമേ പറയും. ഈ കാര്യം ഞങ്ങൾക്ക് അവനോട് യാതൊരു പ്രശ്നമുള്ളൂ. കുടിച്ചെന്ന് തല്ലുണ്ടാക്കുക അല്ലാണ്ട് അവൻ്റെ തോന്നിയ ഇഷ്ടത്തിന് നടക്കുക അതൊന്നും അങ്ങനത്തെ നല്ല കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു കൂട്ടുകെട്ടില്ല ഷെബിന്. അതാണ് എൻ്റെ മനസ്സിൽ. അതായത് ഞാൻ ഈ വീട്ടിൽ ഒതുങ്ങി നിക്കണ മാതിരി തന്നെ ഷെബിൻ പൊന്നൂന്റെ അടുത്ത് മാറി നിൽക്കും. എവിടെ പോകുമ്പോഴും അവരായിട്ടാ പോകുള്ളൂ. ഇങ്ങോട്ട് പോകുമ്പോഴേ അമ്മയെ കൊണ്ടുപോകല അവൻ ഇങ്ങോട്ട് പോകുമ്പോഴേ അവന്റെ ഒരു ഭാര്യ മോളൊപ്പം വേണം. അല്ലാണ്ട് ഒരു നമ്മള് അവന്റെ വീട്ടിലേക്ക് പോകണ്ടെന്ന് പറയാം. അങ്ങനത്തെ എന്തൊന്നും അല്ലാട്ടാ പറയുള്ളൂ. കൂട്ടുകെട്ടിലേക്ക് ഒന്നിനും പോകാണ്ട് പരമാവധി ശീലങ്ങളോ ദുശീലങ്ങളോ കാര്യങ്ങളും തന്റെ ഇഷ്ടത്തിന് നടക്കുക അവന്റെ ഇഷ്ടത്തിന് പോവാ പാതിരാത്രി കാര്യം നാളത്തെ കാര്യം. അവൻ നല്ലൊരു ഭർത്താവാണ്, നല്ലൊരു മരുമാനാണ്, എൻ്റെ മക്കൾക്ക് നല്ലൊരു ഏട്ടനാണ്, നല്ലൊരു കാത്തുമുള്ള നല്ലൊരു അപ്പയാണ്. പോരെ ഇത് നമ്മൾ ഒന്നിനു വേണ്ടി പറഞ്ഞല്ലോ. ഇതുവരെയുള്ള കാര്യം സത്യസന്ധമായിട്ട് നിങ്ങളോട് പറഞ്ഞു കേട്ടോ. അത് ഏകദേശം കുറെ ആൾക്കാർ നമ്മളെ പുറത്ത് വെച്ച് കാണുന്നുണ്ട്. അപ്പൊ അവർക്കും കുറച്ച് സംഗീതം എപ്പോഴും അസുഖം പറഞ്ഞ് റീച്ച് കൂട്ടുന്നതായി തോന്നുന്നു. ശരിയാണോ? നിങ്ങൾക്ക് ഞങ്ങളുടെ ചേച്ചിയുമായി ഒരുമിച്ച പോലെ മേമയുമായി ഒരുമിക്കുമോ? ചേച്ചിയുമായിട്ട് ഒരുമിച്ചു. അപ്പൊ ആദ്യം തൊട്ടുള്ള കാര്യം പറഞ്ഞുതരാം. എന്തിനാ നമുക്ക് റീച്ച്? എന്നെ ചാനൽ എന്നും കാണുന്നവരെന്നെ കാണുള്ളൂ. അതിൽ കൂടുതൽ പേരൊന്നും കാണും. എന്ത് വേണ്ടിയിട്ടാലും എന്നെ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരെന്നെ കാണുള്ളൂ. അപ്പം ഞാൻ എന്താ എൻ്റെ അസുഖം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് പുറത്ത് ഒരാളുടെ വീട്ടിൽ പോയിരിക്കുന്നു, ഇപ്പോൾ ഒരാളെ കാണുന്നു, ഒരാൾ ബന്ധം. എനിക്കിവിടെ ബന്ധം എന്ന് പറയാം അന്വേട്ടൻ്റെ മക്കൾ, മരുവൻ, കൊച്ചുമോള്,
ഇവർ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞ നമ്മൾ അടുത്ത് പോയിരുന്നാൽ നമുക്ക് നല്ലൊരു ഫ്രണ്ടിനെ അവരോട് വിളിച്ച് കുറേ സംസാരിക്കാൻ നമുക്ക് നമുക്ക് ഒരടുത്ത ഫ്രണ്ട് നമ്മൾ സ്നേഹിക്കുന്നത് നമ്മൾ അവരോട് നമ്മളൊക്കെ ഷെയർ ചെയ്യും, നമ്മുടെ അസുഖത്തെ ആയാലും സ്നേഹം സന്തോഷമായാലും ദുഃഖം. അതാണ് ഞാൻ നിങ്ങളോട് പറയണത്. അല്ലാണ്ട് എനിക്കതിന് റീച്ച് അസുഖമാണോ റീച്ച് എന്നാ റീച്ച് നിങ്ങളുടെ അടുത്തേക്ക് വേണ്ട. കഴിക്കുന്ന ഗുളിയെന്ന് കുറച്ച് നിങ്ങൾക്ക് തരാം. അപ്പൊ റീച്ച് നിങ്ങളെ ഏറ്റെടുത്തോളെ. നിങ്ങൾക്ക് ആ റീച്ച് വേണ്ട. നിങ്ങൾ പറയാം എത്ര രൂപ മണ്ടത്തരത്തിൽ ചെന്ന് പെടരുത്, അത്രേ പറയുള്ളൂ. എന്താ വെച്ചെങ്കിൽ മണ്ടത്തരം അസുഖങ്ങള് റീച്ചിനല്ല. ഞങ്ങളിപ്പോ നമ്മുടെ അനുഭവങ്ങളാണ് ഓരോരുത്തരിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഇതിപ്പോ ഇങ്ങനെ കെട്ടിപ്പോട്ടി നടന്നിട്ട് ഇതിലെന്താ റീച്ച് കിട്ടുന്നത് എനിക്കറിയാണ്ട് ചോദിക്കാൻ. ഞാൻ അനുഭവിക്കണത് അതായത് ഒരു ചെറിയ നിമിഷത്തെ കാര്യം കൊണ്ട് ഉണ്ടായതാണ്. ഫിഷ് ടാങ്ക് പൊട്ടിയിട്ട് ഇതായത് ഈ വിരലിന്റെ മുകളിൽ പറ്റിയിട്ട് ഇവിടെ 2 സ്ഥലത്ത് പറ്റി. ഞാൻ ഇപ്പൊ ഈ കെട്ടിപ്പൊട്ടിയിട്ട് ഞാൻ എന്റെ ഒരു ഷർട്ട് ഇടാൻ പോലും ബുദ്ധിമുട്ടുന്നു. അല്ലെങ്കിൽ മുണ്ടൊന്നും അടിക്കുത്ത് എടുക്കാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്താ വെച്ചെങ്കിൽ ഇത് വേദനിക്കും. ഈ വലത്തെ കൈ കൊണ്ട് പറ്റണ കാലും കൈയൊക്കെ ഞാൻ ഉരക്കി. ഈ സൈഡിലേക്ക് മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ. അപ്പൊ പുറം വയറ് മുഖം തല തോർത്തിടക്കും ഇതൊക്കെ ഞാൻ ചെയ്യണം കേട്ടാ. കാലൊക്കെ സോപ്പിട്ട് വെളിച്ചെണ്ണൊക്കെ തേച്ചു കൊടുക്കാൻ എല്ലാവരും കാലൊക്കെ സോപ്പിട്ടിട്ട് അതിനിടെ കഴുകും. ഇതിലൊക്കെ എന്താ റീച്ച്? അപ്പൊ അതായത് മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ അതോ നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചത് എനിക്കറിയില്ല എന്റെ സഹോദരി. ഞാൻ പറഞ്ഞു എന്ത് റീച്ച് ഇതെന്ന് കിട്ടുന്ന പകുതി കാശ് ഞങ്ങൾ ആസ്റ്ററിൽ കൊണ്ട് കൊടുക്കും. എന്താ അതിന് റീച്ച് കിട്ടുന്നത്? ഏതാ നിങ്ങൾക്ക് രാവിലെ പോയിട്ട് പല ടെസ്റ്റുകളും കഴിഞ്ഞ് രാത്രി ആകുമ്പോ തിരിച്ച് 5:30 വീട്ടിലേക്ക് വരുന്നു. അത് റീച്ചാണോ? എന്തൊരു നമ്മളല്ല പാർക്കിൽ അല്ലെങ്കിൽ പാലസ് കാണാനൊന്നല്ല പോയിരിക്കുന്നത്, ഹോസ്പിറ്റലിൽ ചെന്നിരിക്കുന്നത്. എന്തേലും ആവട്ടെ, പറഞ്ഞോളാം മക്കളെ. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ചേച്ചിയായിട്ട് ഒരുമിച്ച പോലെ അനിയത്തിയായിട്ട് ചേച്ചിയായിട്ട് ഒരുമിക്കാൻ എനിക്ക് എന്തൊരു ആപത്തുണ്ടെന്ന് പറയാനും എനിക്കറിയാം. ഇപ്പോൾ എൻ്റെ കൂടെ പോയപ്പോൾ എനിക്കൊരു ആപത്ത് പറ്റി എന്നെ വിളിച്ച് ചോദിക്കാൻ ഒരാളുള്ളൂ നിൽക്കാറ്. ആ ആളായിട്ട് തന്നെയാണ് ഞാൻ ബന്ധമുള്ളൂ. പിന്നെ അനിയത്തിയായിട്ട് ലൈഫിലുണ്ടാവില്ല. ഇപ്പോൾ എൻഗേജ്മെൻറ്റ് കല്യാണം പനിയോട് പറഞ്ഞ് നിനക്ക് നിൻ്റെ കൂടെ പോയപ്പോൾ വിളിക്കാൻ ഞാൻ വിളിക്കില്ല. എന്താ വെച്ചാൽ 4 പട്ടിയോളം എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും വിഷമം എന്നൊരു വാക്കാണ് പട്ടി പറയണ പോലെ 4 എണ്ണത്തിന് പെറ്റിട്ടില്ലേ. ആ ഒരൊറ്റ ഡയലോഗ് 4 എണ്ണത്തിന് 2 കയ്യിലും ചേർത്ത് നടക്കുക. പിന്നെ അതേമായിട്ടുള്ള ഇഷ്യൂ ശരിക്കും എന്താണ് സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു. വീഡിയോ എല്ലാം ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ചെറിയ മക്കൾക്ക് ഫോൺ ഒരുപാട് കൊടുക്കരുത്. എഡ്യൂക്കേഷൻ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നീട് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. സംഗീതയ്ക്ക് കുക്കിംഗ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണല്ലേ. ഞാൻ ആ വീഡിയോ ഇട്ടത് ഞാൻ ഇനിയും പറയണു, നമുക്ക് ഉണ്ടാവുന്ന ഒരു അനുഭവം മറ്റുള്ളവർ അറിയണ്ടേ. ഇത് നമ്മൾ അവരെ വിളിച്ചു, അതിന് റിപ്ലൈ നല്ല റിപ്ലൈ കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മളിത് നമ്മുടെ എന്തെങ്കിലും അവര് പറഞ്ഞു ഓപ്പൺ വീഡിയോ വേണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ പാക്കിംഗ് വീഡിയോ അവർ അയച്ചേട്ടെ, ഞങ്ങൾ പാക്കിംഗ് ചെയ്ത് ഉണ്ടെന്ന് അവർക്ക് പറയാലോ. എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? എന്നാൽ ഒരാൾക്ക് ഒരു മുതൽ പാക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ അത് ഫുൾ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യേണ്ട ഉടമസ്ഥ എന്നാണ് ചെക്ക് ചെയ്യേണ്ട ബാധ്യത ഈ സ്റ്റാഫിനായാലും മുതലാളിക്കുണ്ട്. നമ്മളൊക്കെ മറ്റൊരാളിൽ നിന്ന് കാശ് അബദ്ധം പറ്റിയ ശരി സോറി കേട്ടോ, നമുക്ക് എന്താണ് ചെയ്യാട്ടാ. ആ ഒരു വാക്കൊരു മര്യാദ, അത് ആ മര്യാദയ്ക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ എനിക്ക് ഇപ്പോഴും തെറ്റായിട്ട് തോന്നിയില്ല. ശരിയാണ്, ഞാൻ ചെയ്തതിൽ 100% ശരിയാണ്. പിന്നെ തീർത്ത് പറയില്ല, പറ്റും നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നിൽക്കണം, അത്രേ ഉള്ളൂ. ഇവിടെ പിന്നെന്താ ചോദിച്ചത്? കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുത്. കുട്ടികൾക്ക് ആവശ്യ സമയത്തൊക്കെ നമ്മൾ ഫോൺ കൊടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മളിത് കൊടുക്കണില്ല എന്ന് നമുക്ക് തീർത്തല്ല. എന്നാൽ എപ്പോഴും 24 മണിക്കൂർ ഫോണിലൊന്നുമില്ല. ഒരു അത്യാവശ്യം നേരം ടി വിയും കാര്യം കാണും. ആകെ 2 ഫോണിൽ, ഒരു ഫോൺ ഞാനാകുമ്പോൾ അത് വീഡിയോ എടുക്കും. പിന്നെ ആ ഫോണിൽ കുഞ്ഞെടുക്കും, കുണിക്കെടുക്കും, അച്ഛനും വിളിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഫോണുള്ളൂ. അല്ലാണ്ട് നമ്മളോട് 5-8 ഫോണൊന്നുമില്ല ഒരുപാട് നേരം യൂസ് ചെയ്യാൻ. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ്. പഠിപ്പിക്കണ്ടല്ലോ, പഠിക്കാൻ ബുദ്ധിയുള്ളവർ പഠിക്കട്ടെ, ഞങ്ങൾ പഠിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല.
ഞാൻ വേണ്ട എന്നെ പഠിപ്പിക്കുന്ന ഒരാൾ ലക്ഷങ്ങൾ ചിലവാക്കാൻ തയ്യാറാണ്. ഞാൻ പഠിക്കുന്നത് എനിക്കൊണ്ട് ചിന്ത വേണ്ട. അല്ലാണ്ട് ഒരാൾ ലക്ഷങ്ങളാണ് ചിലവാക്കിക്കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. എഡ്യൂക്കേഷനൊന്നും ഞങ്ങളൊരു മോശമായിട്ടൊരു അഭിപ്രായം ഈ നിമിഷമായിട്ട് നിങ്ങൾ എന്ത് ചിന്തിച്ചാലും എനിക്ക് കുഴപ്പമില്ല. എഡ്യൂക്കേഷനൊന്നും ഒരു മോശമായിട്ടൊരു അഭിപ്രായം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് ഞാൻ ചേച്ചി കുഞ്ഞിൻ്റെ ചാനലിൽ ഡെയിലി വീഡിയോസ് ഇടാൻ പറയണം. കല്യാണം കഴിഞ്ഞാലും ഞങ്ങൾക്ക് അവരുടെ വിശേഷം അറിയാലോ. പറയുന്നുണ്ട്, ഇടുന്നുണ്ട്. അതൊക്കെ ഞാൻ പറയാം ഒക്കെ അവൻ്റെ ഇഷ്ടങ്ങളാണ്. അതിലും ഞങ്ങൾ നിർബന്ധിക്കില്ല. പോസിറ്റീവ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഒരുപോലെ സ്വീകരിക്കണം എന്നല്ലേ ക്വസ്റ്റ്യൻസ് കാണാൻ രസമുള്ളൂ. അതെങ്ങനെയാണ് നെഗറ്റീവും പോസിറ്റീവും ഒരുപോലെ നമുക്ക് കാണാൻ പറ്റും? അത് കാണാൻ പറ്റില്ല. നെഗറ്റീവിന് നമുക്ക് ഒരിക്കലും എപ്പോഴും നെഗറ്റീവായിട്ട് കാണാൻ പറ്റും. പോസിറ്റീവിന് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള മറുപടി, നെഗറ്റീവിന് എപ്പോഴും നമുക്ക് നെഗറ്റീവായിട്ടുള്ള മറുപടി. അല്ലാണ്ട് നെഗറ്റീവിന് എങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ടൊരു മറുപടി കൊടുക്കുക അത് ബുദ്ധിമുട്ടാണ്. എനിക്ക് നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവും. പലരും പല സ്വഭാവക്കാരാണ്. അതുകൊണ്ടാണ് വേറെ ഒന്നും ചിന്തിക്കരുത്. നിങ്ങളുടെ വീഡിയോ പൊന്നു പോയതിന് ശേഷമാണ് കാണാൻ തുടങ്ങിയത്. ഇപ്പോൾ എല്ലാം കാണാറുണ്ട്. നമ്മൾ ആസ്റ്ററിൽ വെച്ച് കണ്ടിട്ടുണ്ട്. റെസിപ്പി എല്ലാം ട്രൈ ചെയ്യുന്നു. അടിപൊളിയാണ് കേട്ടോ. ആസ്റ്ററിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ആസ്റ്ററിൽ വന്ന് മുഴുവൻ വർത്തമാനം പറഞ്ഞാൽ ആരാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് എന്തായാലും ഒത്തിരി താങ്ക്സ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ. അപ്പം എന്തായാലും അസുഖം ഒരു റീച്ചനല്ല എന്നുള്ളത് മനസ്സിലായി. ഒരാളെ പറഞ്ഞല്ലോ. എന്തായാലും നിങ്ങളെല്ലാവരും ഒരുപാട് ഇഷ്ടം. കുണുക്കിൻ്റെ ശരിയായ പേരെന്താ പറഞ്ഞെടുത്ത കേട്ടോ? കുണുക്കൻ്റെ പേര് ആരവ്, കുണിക്കയുടെ പേര് മഹാലക്ഷ്മി. മേക്കപ്പ് ഇല്ലാതെ പുറത്ത് ഇറങ്ങാറുണ്ടോ എല്ലാവരും? അതെന്തിനാ മേക്കപ്പ് ഇല്ലാണ്ട് നമ്മൾ പുറത്തിറങ്ങണത്? എന്തിനാ? നമുക്ക് അതിൻ്റെ ഒരു അവസ്ഥ ഒന്നുമില്ല. നമ്മൾ പോകേണ്ട സ്ഥലങ്ങളിൽ പോകണ പോലെ നമ്മൾ പോകും. നമ്മളിപ്പോൾ 10 ആളുടെ അടുത്തുമ്പോൾ നമ്മൾ വൃത്തിയിൽ മാനേജ് പോയിട്ട് ശരി. ഈ മേക്കപ്പാണ് ഞാൻ എവിടേക്ക് പോകുമ്പോൾ ചെയ്യാറ്. ഇപ്പം എൻ്റെ ഫേസിലുള്ള എന്ത് മേക്കപ്പാണ് കുറി ഇടാൻ പറ്റുന്ന സമയത്താണ് കുറി ഇടാൻ പറ്റുന്ന സമയത്തിന് കുറി ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. അത് ഞാൻ ഇവിടെ മേക്കപ്പ് അതിലൊരാളെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇയാൾ എന്തൊക്കെ ചെയ്യണോ, ഈ കമന്റ് ഇട്ട ആൾ എന്തൊക്കെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ ഞാൻ നോക്കാറില്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ വഴിയിൽ പലരും കൂടെ വെച്ചപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള മേക്കപ്പ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അത് എൻ്റെ ഇഷ്ടമാണ്. അല്ലാണ്ട് അവരുടെ ഇഷ്ടം അവർ എങ്ങനെ നടക്കണമെന്നാ. അതേപോലെ ഞങ്ങളുടെ വീട്ടില് ഞങ്ങൾ ആഗ്രഹമുണ്ട് അല്ലേ? ഹായ് അമ്മ, എൻ്റെ പേര് അഞ്ജു. എനിക്ക് ചോദിക്കാനുള്ളത് അമ്മയോടാണ്. അമ്മ എങ്ങനെയാണ് ഒരു ഭാര്യ അമ്മ ഇപ്പോൾ അമ്മാമ്മ എന്നൊക്കെയുള്ള വേഷം ഒന്നിച്ച് ഭംഗിയായി കൊണ്ടുപോകുന്നത്? ഒരുപാട് ഇഷ്ടം. അത് എന്താ പറയുക, ഞാനിപ്പോൾ ഒരു ഭാര്യ ആയപ്പോൾ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അതിനായിട്ട്. എന്നോട് ഒരു ഭാര്യ എന്നുള്ളത് എനിക്ക് അതിനായിട്ട് കുറേ ബുദ്ധിമുട്ടിൻ്റെ എല്ലാം കുട്ടികളിൽ എന്തെല്ലാം പിടിവാശികളും മുൻഷൂൻ്റെയൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് കേട്ടോ. അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് എനിക്കൊന്നും തോന്നുന്നു. പെട്ടെന്ന് ദേഷ്യം വരും, മുൻഷൂൻ്റെ തല്ലുണ്ടാക്കും. അത് കുഞ്ഞു കാര്യം. 15 വയസ്സിൽ കൂടെ അതൊരു കുഞ്ഞു കാര്യം അത്രേ ഉള്ളൂ. അത് കല്യാണം കഴിഞ്ഞ് കുറച്ചാൾ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ എന്നായിട്ട് എന്നെ മനസ്സിലാക്കി എങ്ങനെയാണെന്നുള്ള ഒരു ഒത്തുതീർപ്പില് ഞങ്ങൾ ഉണ്ടാവും. ഞാൻ എന്നെ മനസ്സിലാക്കി അതിനായിട്ട് അപ്പൊ അത് നമ്മൾക്ക് അതിനായിട്ട് വേറൊരു ഒരു അവസ്ഥയിൽ ജീവിച്ചു വന്നാലും ഞാൻ വേറൊരു ഇതിൽ ജീവിച്ചു വന്നാലും അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി ആകുമ്പോൾ നമുക്ക് ഒരുപാട് അന്തരങ്ങളുണ്ടാവും ജീവിതത്തിൽ. അപ്പോൾ നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് ഇഷ്ടാനിഷ്ടങ്ങൾ അറിയാൻ. ഒറ്റയടിക്ക് അതിൻ്റെ എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും ഇഷ്ടമില്ലായ്മ എനിക്കറിയാൻ പറ്റില്ല. ജീവിച്ച് പതുക്കെ അത് ക്ഷമ കൊടുക്കണേ നമ്മൾ ലൈഫിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് എല്ലാം മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതുപോലെ 26 വർഷമായല്ലോ. അപ്പം എല്ലാം പതുക്കെ പോലെ മനസ്സിലാക്കി എൻ്റെ കുറേ ഇഷ്ടങ്ങൾ എനിക്കറിയാം. എൻ്റെ നല്ല ഭാര്യയായിട്ട് ജീവിച്ചു, നല്ല അമ്മയായിട്ട് ജീവിച്ചു, നല്ല പേരക്കുട്ടിയുടെ അമ്മാമ്മയായിട്ട് ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ യാതൊരു കുഴപ്പമില്ലാണ്ട് നിങ്ങൾ സന്തോഷ കുടുംബമായിട്ട് പോകും. ഇപ്പോഴും ഞങ്ങൾ കൂടുതൽ മനസ്സിലാക്കി നാട്ടിലെ പ്രശ്നം ഈ പ്രശ്നം തൊണ്ട വെള്ളം കൊടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ മേശമ്മ വെച്ചിട്ടുണ്ട്. എന്താ പറയണ്ടേ? കുട്ടിയില്ലാണ്ട് എന്തുട്ടാ വെള്ളം ഞാൻ ഇങ്ങനെ കൊടുത്തതൊക്കെ അറിയാം. എനിക്ക് വെള്ളം വേണ്ടി വരുന്നിക്കറിയാം. ഞാൻ ഇവിടെ കൊടുത്തതാ. ഞാൻ പിന്നെ ആ നേരത്തെ കാർത്തുണ്ടായിരുന്നത് തട്ടിയിട്ടാലോ വെച്ചിട്ടാണ് കൊണ്ടത്. കാർത്തുമ്പോ പോയിട്ട് ഇപ്പൊ പോയുള്ളവര്. അപ്പൊ അത് നമ്മൾ ഓരോ പിന്നെ അമ്മ എന്നുള്ള നിലയ്ക്ക് എന്ന് വെച്ചാൽ
എനിക്ക് അങ്ങോട്ട് ഗൾഫിലുള്ളപ്പോൾ ആകെ ഒരു ആശ്രയം എൻ്റെ പൊന്നും കുഞ്ഞനായിരുന്നു. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു കൊല്ലത്തിൽ 2 മാസം 2.5 മാസം നാട്ടിൽ വന്ന് അനുവായിട്ട് ബാക്കിയുള്ള ടൈമിൽ അടുത്ത് വലുതും പൊന്നും കുഞ്ഞനായിരുന്നു. അപ്പോൾ മക്കൾ മേലെ അങ്ങനെ അഡിക്റ്റായി. പിന്നെ അത് കഴിഞ്ഞ് കുണുക്കി നമുക്ക് കുറേ വർഷങ്ങൾക്ക് വയസ്സാകാലത്തുണ്ടായ 2 മക്കൾ. അപ്പോൾ അവരിന്മേലും അഡിക്റ്റായി. പിന്നെ നമുക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു മരുവൻ, പിന്നെ ഒരു പേരുകൾ, അതൊക്കെ ഒരു ഇതല്ലേ. അപ്പോൾ അമ്മ, അമ്മായിമ്മ, അമ്മാമ്മ എല്ലാം എനിക്കും എല്ലാം സഹകരിച്ച് നല്ല സന്തുഷ്ട കുടുംബമായിട്ട് പോവാൻ കൊണ്ടുനടക്കാൻ ഇന്ന് വരെ എന്നോട് ദൈവം അനുഗ്രഹിച്ചു. അപ്പൊ എല്ലാരും അങ്ങനെ ശ്രമിച്ചു നോക്കുക. അല്ല അത്രയും പറയുള്ളൂ അല്ലേ. ഒന്നും ചോദിക്കാനില്ല, എല്ലാവരും ഒരുപാട് ഇഷ്ടം. ഞങ്ങൾ കൊടുങ്ങല്ലൂരാണ്. കുഞ്ഞിന്റെ കല്യാണം വിളിക്കുവോ എല്ലാവർക്കും സുഖം തന്നെയല്ലേ. നമ്മളെ സമയമാകുമ്പോ എല്ലാവരും വിളിക്കാട്ടോ. അച്ഛന് എന്ത് പറ്റി അമ്മ പറഞ്ഞു? അച്ഛൻ വന്നു. അച്ഛന് പറ്റിയത് ഫിഷ് ടാങ്ക് ഒന്ന് ക്ലീൻ ആക്കിയതല്ല. അതായത് സൗകര്യം കുറഞ്ഞ ടാങ്കായി. ഇപ്പോൾ വേറെ ടാങ്കിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അരോണ എന്ന് പറഞ്ഞ ഇതായിരുന്നു. അപ്പം അതിനെ ഞാൻ പിടിക്കാൻ നോക്കിയതാണ്. പിടിക്കുമ്പോൾ നല്ല മാതിരി കടിക്കണതാണ്. കടി കിട്ടാതിരിക്കാൻ കൈ വലിച്ചപ്പോൾ അതിൻ്റെ ഫ്രെയിമുമ്പോൾ തട്ടി. സ്റ്റിച്ച് ഇട്ടിട്ടില്ല. ഇതിലൊരു നല്ലൊരു പൊളിവുണ്ട്, ഇതിലൊരു പൊളിവുണ്ട്. ഇങ്ങനെ ഞാൻ കെട്ടായിട്ട് ഞായറാഴ്ച പറ്റിയതാണ്. ഇപ്പോൾ എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒരു കെട്ടുമ്പൂട്ടൊന്നും 55 വയസ്സ് വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ കിട്ടിയപ്പോൾ നല്ല ടെൻഷനുണ്ട്, ഉണങ്ങി കിട്ടുന്ന ടെൻഷനുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും ചോരയൊക്കെ വന്നു സംഗീത അബോധം കിട്ടും. സംഗീത ഇതുവരെയുള്ള ജീവിതത്തിൽ അസുഖങ്ങൾ കൊണ്ടും ബന്ധങ്ങൾ കൊണ്ടും ഒക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ കഴിഞ്ഞ ആളാണെന്ന് അറിയാം. ലൈഫ് സ്റ്റോറി ഒരു വീഡിയോ ആക്കാമോ? എൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ ഓർമ്മ വെച്ചാൽ അത് ഒരു എപ്പിസോഡിലും തീരെ ആൾക്കാർക്ക് കേട്ട് ബോറടിക്കും. അതുകൊണ്ടാണ് ഒരു സിനിമ പഠിക്കാനുള്ള ഒരു കഥയുണ്ട് ലൈഫിൽ. എന്തെങ്കിലും ഒരിക്കൽ പറയാം, കുറേശ്ശെ പറയാതെ എത്രത്തോളം നിങ്ങൾ കാണും എന്ന് എനിക്കറിയില്ല. ചേച്ചി നിങ്ങളെ ഒന്ന് കാണണമെന്നുണ്ട്. തൃശ്ശൂർ എവിടെയാണ് ഷോപ്പിൻ്റെ സ്ഥലം കൂടി പറയണേ. എന്നും നന്മകൾ വരട്ടെ. ഷോപ്പ് നമ്മുടെ കുന്നോളത്താണ്, പക്ഷെ ഞങ്ങൾ ഷോപ്പിൽ ഉണ്ടാവാറില്ല. സത്യത്തിൽ ഷോപ്പിൽ നമുക്കൊരു ചെറിയ സ്റ്റാഫാണ്, ഒരു ചെറിയ കുട്ടി സ്റ്റാഫായിട്ട് അവിടെ ഉണ്ട്. നമ്മളങ്ങനെ നിൽക്കാറില്ല. അത് വലിയ മുതലാളിമാരായിട്ടല്ല. വീഡിയോ എടുക്കൽ, എഡിറ്റിങ്, പോസ്റ്റിങ് എല്ലാം കൂടി എന്നോടാണ്. പിന്നെ ഇവിടെ നമ്മൾ പെട്രോൾ അടിച്ച് വണ്ടി കൊണ്ടുപോകുന്ന നേരം ആ കുട്ടിക്ക് സാലറി കൊടുത്ത് കറക്റ്റ് നേരത്ത് വരുന്ന തുറക്കലും കാര്യങ്ങളും നമ്മൾ അവിടെ എത്തിയിട്ട് നടക്കില്ല കാര്യങ്ങൾ. കുഞ്ഞിൻ്റെ കല്യാണം ആയില്ലോ. സോ ഒരു എങ്ങനെയായിരിക്കണമെന്നൊരു മരുമകൾ എങ്ങനെയായിരിക്കും എനിക്ക് വായിക്കാൻ താല്പര്യം. എന്താ വെച്ചാൽ ഈ അഹങ്കാരി ലോകൂടായിപ്പ് അവളാണ്. ഞാൻ ഇന്ന് എന്നെ നേരിട്ട് കിടന്ന് നേരിൽ മുന്നിൽ വന്ന് അന്തസ്സില്ലാത്ത അഹങ്കാരി, നിന്നെ എനിക്ക് യാതൊരു വിലയില്ല പറയില്ല. വീണ്ടും മുറ്റത്ത് നിൽക്കുന്ന പുല്ലിൻ്റെ വില പോലും നിന്നെ എനിക്കില്ല. സത്യമായിട്ട് പറയാലോ, എന്നും കാണുന്നുണ്ട്. ഇന്നൊക്കെ അവളോട് ഭയങ്കര ശത്രുതയാണ്. അപ്പോൾ ആലോചിക്കാലോ, എന്നോട് ശത്രുത എന്തെങ്കിലും കുഞ്ഞിട്ട് കുശിപ്പോൾ കുഞ്ഞായ്മ ഇതൊക്കെ ഇനി ആയിരിക്കും, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ചിലപ്പോൾ അവൾക്കില്ലാത്ത എന്തെങ്കിലും എൻ്റെ ഉണ്ടാവും. പറഞ്ഞ പോലെ എനിക്ക് എന്തെങ്കിലും പറ്റും, അല്ലാണ്ട് ഞാൻ ഒരു ജീവിതം കൊടുക്കുന്നത്. അപ്പോൾ അവളുടെ അഹങ്കാരി ഒരു കമൻറ്റ് ഇട്ട് കേട്ടെ, ഞാനൊന്ന് ടെൻഷൻ ചെയ്യുമ്പോൾ നീ കരയണ്ട, എനിക്ക് എന്തെങ്കിലും പറ്റാനില്ലാണ്ട് ഞാൻ ഒരു ജീവിതം കൊടുത്തോണ്ടെന്ന്. അപ്പോൾ അഹങ്കാരിയുടെ മനസ്സിലേക്ക് പറഞ്ഞു, അഹങ്കാരിക്ക് എന്നോടുള്ള ദേഷ്യം എന്താന്ന് പറഞ്ഞിട്ട് ഞാൻ അഹങ്കാരിയുടെ കമൻറ്റ് അറിഞ്ഞോണ്ട് ട്രെയിന് തല വെക്കുവോ? അറിഞ്ഞോണ്ട് ട്രെയിന് തല വെക്കുവോ? സ്വയംബോധത്തില് അഹങ്കാരി ട്രെയിനൊക്കെ തന്നെ അന്തസ്സുള്ള വണ്ടിയാണ്. അതിനൊന്നും നമുക്ക് ഈ ഒരു ലോക്കൽ സാധനത്തിൽ ഇടാൻ പറ്റില്ല. എൻ്റെ അവിടെ ഏതോ തല തെറിച്ച് പോയൊരു സാധനം, എന്തോ ലൈഫിൽ ഒരുപാട് നഷ്ടങ്ങൾ പറ്റിയൊരു ആളാണ്. ചിലപ്പോൾ എന്നോട് വന്ന് സംസാരിച്ചാൽ തീരാതെ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഒളിഞ്ഞും മറിഞ്ഞും എനിക്കങ്ങനെ ഞാനിപ്പോൾ ചെയ്യേണ്ട ഒരു പ്രശ്നം, ഞാൻ ഓപ്പണായിട്ട് വീഡിയോ ഇട്ട് എത്രയോ ആൾക്കാരുമില്ല ഞാൻ വീഡിയോ ഇട്ട്. അതിന്ന് തൻ്റെയാണ് നമുക്ക് വേണം. അപ്പോൾ ഇവൾക്ക് എന്നോട് എന്തെങ്കിലും പറയണത് നേരിട്ട് വന്ന് പറയാനുള്ള തൻ്റെയാണ് വേണം. അല്ലെങ്കിൽ നമുക്ക് പറയാം, നമുക്കറിയാലോ ഒറ്റ തന്തയ്ക്ക് ഉണ്ടായതല്ല. അതൊക്കെ നമ്മളെ മലയാളത്തിൽ പറഞ്ഞത്. അതേപോലെ ഒന്നും ആവില്ല അച്ഛൻ, ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കുറച്ച് ക്വസ്റ്റ്യനൊക്കെ ഉണ്ട്, ഇനി ഞാൻ പിന്നെ വായിക്കാം. അപ്പോൾ പോട്ടെ, അപ്പോൾ ഇത്രയും പറഞ്ഞോണ്ട് നിർത്തുന്നു. ബൈ.